എന്താ സുധീഷ് ചോദിക്കും, നിധി ജോലിക്ക് പോയപ്പോൾ പായസം ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോയപ്പം എനിക്ക് ഒരു ചായക്കകത്ത് ഒരു സ്പൂൺ പഞ്ചസാരയെങ്കിലും കൂടുതലിട്ട് തന്നായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും സുഭാഷേട്ടൻ പറയുന്നുണ്ട്, നിധി പോകുന്നത് നിധിയുടെ ഡ്രീംസിലോട്ടുള്ള യാത്രയാണ്. പക്ഷേ നമ്മളെങ്ങനെ പോയി, നമ്മൾ ജീവിക്കാൻ വേണ്ടി ജോലിയെടുത്തവരാ, അതുപോലെയല്ല നിധി എന്നിങ്ങനെ സുഭാഷേട്ടൻ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നിധി ഇങ്ങനെ ഇറങ്ങി വരുവേ, സാരിയെ കൊടുത്ത് നല്ല രസമായിട്ടാണ് വന്നത്, നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് കണ്ടിങ്ങനെ സുധീഷ് ഇങ്ങനെ കണ്ണും തള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് അവളെ അഡ്മയർ ചെയ്തിങ്ങനെ നിൽക്കുവാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിധിനിങ്ങനെ നോക്കി നിൽക്കുവാണ്, അത്രയും സ്നേഹത്തോടെ ഇങ്ങനെ സുധീഷ് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോഴത്തേക്ക് നികീഷ് പറയുന്നുണ്ട്, നല്ല രസമുണ്ട് ഏട്ടത്തി, പുതിയ സാരി കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്കും നിധി താങ്ക് യു പറയുന്നുണ്ട്. അന്നേരം സുധീഷിനോട് ചോദിക്കാൻ, എന്താ ഇങ്ങനെ നോക്കുന്നത് നീ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സുധീഷ് പറയും, അല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വീട്ടിൽ പിടിച്ച് വന്നിട്ട് കസേരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പറയാണ്, ഇരിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ചോദിക്കും, അല്ല ഇതെന്താ പതിവില്ലാത്തൊരു സൽക്കാരം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ സുഭാഷേട്ടൻ എന്താ ഈ പായസം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നികേഷ് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്, ഏട്ടത്തി ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഉണ്ടാക്കിയതാ സുഭാഷേട്ടൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിധി ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് പറയും, എന്നാൽ സുഭാഷേട്ടൻ മതി എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും സുധീഷ് പറയും, ആദ്യത്തെ ദിവസമല്ലേ ഞാൻ കൊണ്ടാക്കിത്തരാം ഇന്നെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നികേഷ് പറയും, 1 മിനിറ്റ് ഏട്ടത്തി എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോവും. എന്നിട്ട് അവൻ്റെ ഒരു ഫേവറേറ്റ് പേന ഏട്ടത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഏട്ടത്തിക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അതായത് അവർ തമ്മിൽ നല്ലൊരു അനിയൻ ചേച്ചി ബോണ്ടിങ് നമുക്ക് കാണാം. അത് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ വരും. അച്ഛൻ വന്നിട്ട് പുതിയ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്, നിധി മേടിച്ചു കൊടുത്തത്. എന്നിട്ട് ചോദിക്കും, മോളെ എങ്ങനെയുണ്ട് മോളെ ഈ ഷർട്ട്, മോള് മേടിച്ചു തന്ന പുതിയ കുപ്പായ ഇത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പറയും, കൊള്ളാച്ച നല്ല രസമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. നിധിക്ക് സന്തോഷമാവും അതൊക്കെ ഇട്ടുകൊണ്ട്. എന്നിട്ട് അച്ഛൻ കുറേ പടക്കം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒരു മാലപ്പടക്കം തന്നെ എടുത്തിട്ട് കത്തിക്കും. അപ്പോഴത്തേക്കും കത്തിച്ചിട്ട് പറയും, നീ ആദ്യമായിട്ട് ജോലിക്ക് പോകണേ എല്ലാവരും അറിയട്ടെ മോളെ എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ആ മാലപ്പടക്കം ഇട്ട് പൊട്ടിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് അച്ഛൻ്റെ അനിയത്തി വരും. പുള്ളിക്കാരി ഇത് കണ്ടിട്ട് വന്നിട്ട്, എന്തുവാ നിങ്ങൾ ഈ കാണിക്കുന്നത്, ബാക്കി ആർക്കും കിടന്ന് ഈ നാട്ടിലൊന്നും ജീവിക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും പറയും, നീ ആരാടി, നീ പോടി, ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് എൻ്റെ മോള് ജോലിക്ക് ആദ്യമായിട്ട് പോകണതുകൊണ്ട് ഞാൻ കത്തിക്കുന്നത്, നീ ഏതാ എന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് മാലപ്പടക്കം ഇട്ട് പൊട്ടിക്കും.